12 വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ മണപ്പുറത്ത് മലയാളക്കര കൊണ്ടാടിയിരുന്ന ലോകപ്രശസ്തമായ മഹാമേളയാണ് മാമാങ്കം. 15-ാം നൂറ്റാണ്ടോടെ യഥാർത്ഥ അവകാശികളായ വള്ളുവനാട്ടിലെ വെള്ളാട്ടിരിയെ ചതിച്ചു തോൽപ്പിച്ച് കോഴിക്കോട്ടെ സാമൂതിരി മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷനായി. തോൽവി സമ്മതിക്കാതെ, അടിമക്കൊടി അയക്കാതെ വള്ളുവനാട്ട് രാജാവ് ഓരോ മാമാങ്കത്തിനും തൻ്റെ മികച്ച യോദ്ധാക്കളെ ചാവേറുകളായി അയച്ചുകൊണ്ടിരുന്നു. സാമൂതിരിയുടെ സൈന്യത്തിൻ്റെ അംഗബലത്തിനും ആയുധശേഷിക്കും മുന്നിൽ ധീരമായി പോരാടിയ വള്ളുവനാട്ടിലെ വീരന്മാർ മാമാങ്കത്തറയിൽ ആത്മബലി നടത്തി അമരത്വം നേടി. 3.5 നൂറ്റാണ്ടോളം വള്ളുവനാടും സാമൂതിരിയും തമ്മിൽ തുടർന്ന കുടിപ്പക ചുവപ്പിച്ച ദേശത്തിൻ്റെയും ജനതയുടെയും രേഖകളിൽ 1695-ാം ആണ്ടിൽ നടന്ന അപൂർവമായ ചരിത്ര സംഭവങ്ങളുടെ ഭാവനാവിഷ്കാരമാണ് ഈ ചലച്ചിത്ര ശ്രമം. കളരിയിൽ പെൺകുട്ടികളും തെളിയണമെന്ന് അമ്മ പറഞ്ഞത് എത്ര നന്നായി. പേരും പിറപ്പും മാത്രം പോരല്ലോ പെണ്ണിന്. അമ്മേ, തിരുമാന്തം കുന്നിലമ്മ വന്നെൻ്റെ കട്ടിലിരുന്നു. രക്തം പോലത്തെ പട്ടും തെച്ചിപ്പൂമാലയുമായി ഭഗവതി വന്നിരുന്നു എൻ്റെ അരികത്ത്. കയ്യിൽ പിടയുന്ന വാളുമായി എനിക്ക് ദർശനം തന്നു പറഞ്ഞു, ഉണ്ണി മാമാങ്കം കാണാൻ പോണമെന്ന്. ഇനി പോകാതെ വയ്യ. ദേവി ചതിച്ചോ? 5-6 പെറ്റിട്ടും എനിക്കിനി ആടായിട്ട് നീയേ ഉള്ളൂ. ഇനിയും കുരുതി വേണോ എന്ന് കൂടി ആലോചിക്കണം. കാലം മാറിയില്ലേ ഉണ്ണി? തിരുമാന്തം കുന്നിലമ്മ വിളിച്ചതിൽ ഞാൻ പോകാതിരിക്കുന്നത് എങ്ങനെ? എനിക്കിനി ആങ്ങളെയായി ആശ്രയായി നീയേ ഉള്ളൂ. നീ പോയ അമ്മക്കിനി ആരുണ്ട്? ഈ ഉണ്ണികൾക്കാരുണ്ട്? ഞങ്ങൾക്കാരുണ്ട്? ഇത്ര പേര് വെട്ടിമരിച്ചിട്ട് എന്ത് കിട്ടി? അമ്മേ, ഒന്ന് പറഞ്ഞു നോക്ക്. ഈ മാമാങ്കം ചതിത്തറയാണെന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൂടാ? തടയാനാവില്ല, എനിക്ക് പാടില്ല. കുലമര്യാദകളില്ലേ? ചന്ദ്രോത്ത് നിന്ന് ഇങ്ങനൊരാൾക്ക് ദർശനം കിട്ടിയെന്ന് വെച്ച് എന്താ ചെയ്യുക? വെട്ടിച്ചാവലേ ഉണ്ടാവുന്ന തിരുവള്ളം ഉണ്ടായേ. കാലാകാലങ്ങളായിട്ട് എന്താ ഫലം ഉണ്ടായേ? ആരെയും അധീരപ്പെടുത്താനല്ല, പക്ഷെ പറയാണ്ടിരിക്കാനാവണില്ല. തലയെടുപ്പായിട്ട് ഈ കുട്ടിയേ ഉള്ളൂ. ഇവനെങ്ങനെ പുറപ്പെടണോ? ചോരയും നീരും കൊടുത്ത് നൊന്ത് പെറ്റ വയറിന്റെ ദണ്ണം ആരും കാണാതെ പോകരുത്. കുടിപ്പയയ്ക്ക് വേണ്ടി
ഇനിയും കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കണം. അപ്പ അടിമക്കൊടി അയക്കന്നെ. ഇത് പറയാൻ എങ്ങനെ നാവ് പൊന്തി? പെറ്റ വയറിന്റെ ദണ്ണം. വള്ളുവനാടിന്റെ മാനം കാക്കാൻ അല്ലെങ്കിൽ ഇന്നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ എന്തിനു പെറണു? ഇക്കാലം അത്രയും തിരുമാന്താംകുന്നിലെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി തിരുനാവായിൽ പോയി മണിത്തറയിൽ നിൽക്കുന്ന ആ സാധനത്തിന്റെ തലയടിഞ്ഞ് വെള്ളാട്ടിരിയെ വാഴിക്കാൻ ജീവത്യാഗം ചെയ്തവരൊക്കെ മൂഢർ. ഈ മണ്ണ് തുടിക്കണത് അവരുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കാനാ. അവരൊക്കെ വീരസ്വർഗം പൂകിയത് ഈ നാടിന്റെ മാനം കാക്കാനാ. അങ്ങനെ കൊല്ലാനും ചാവാനും ഭാഗ്യം ചെയ്യണം. നിലപാട് തറയിൽ വെട്ടിക്കൊന്ന വെള്ളാട്ടിരിക്ക് സ്ഥാനം കിട്ടുമോ? ഭയത്തേക്കാൾ ഭയപ്പെടുത്തുന്നതായിട്ട് ഒന്നുമില്ല. വള്ളുവനാട്ടിൽ ഒരാണെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ മണിത്തറയിൽ നിലപാട് നിൽക്കുന്ന ആ താമൂലിയെ വെട്ടിക്കൊന്ന് ആത്മബലി കൊടുത്ത പൂർവികരുടെ അഭിമാനം കാക്കും. ആരെയാ പാണന്മാര് ഭൂലോകം മുഴുവൻ പാടി പുകഴ്ത്തുന്നത്? പാട്ടിൽ കയറിയ പിന്നെ മരണമുണ്ടോ? വള്ളുവനാട്ടിലെ കുട്ടികൾക്കല്ലാതെ മലക്കങ്ങളും പെരുമലക്കങ്ങളും ആർക്കാ അറിയണേ? അടിമയായി ജീവിച്ച് മരിക്കലല്ല, ചാവേറായി ചാവലാണ് നമ്മുടെ പാരമ്പര്യം. ആറങ്ങോട്ട് കരക്കാരനെന്ന് പറഞ്ഞ് ഒരിക്കലും മുഖം താഴ്ത്തിയിട്ടില്ല, ഒരിക്കലൊഴികെ. അനുഗ്രഹം വാങ്ങിപ്പോയി നാടിന് വെറ്റി ദേവിയെ ചതിച്ച് കുലത്തെ മാനം കെടുത്തി ചാവേറ് ചാടിപ്പോയ ആ നാളോർക്കുമ്പോഴൊക്കെ ഉള്ളു തകരും. അന്ന് നമ്മളെ ഒറ്റിപ്പോയ ആ സാധനത്തിന്റെ കൂട്ടത്തിൽ ഒറ്റുകാരായി കൂടണോ? നമുക്കൊരു ചരിത്രമുണ്ട്. അത് മറന്നിട്ട് പൂർവികരെ ചതിച്ച് മൊളിഞ്ഞും കൊന്ന മഹാപാപിക്ക് കീഴടങ്ങി കുലദൈവങ്ങളെയും പരമ്പരയെയും ചതിക്കേ. പിന്നെ സമ്പത്തും പ്രതാപവും പുതുമനക്കാർക്കാണല്ലോ. വെള്ളാട്ടിരിയുടെ സ്വന്തം പെങ്ങളാണെന്നല്ലേ വെപ്പ്. അവര് മാത്രം തീരുമാനിച്ചാൽ മതിയെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ പോയേക്കാം. ഇരിക്കുക. മങ്കടേന്ന് ദൂതൻ ഉണിക്കോരൻ എത്തിയിട്ടുണ്ട്. ഞാനായിട്ടൊരു തീരുമാനം പറയും മുമ്പ് തിരുവായി എന്താ അരുളിയെന്നും കൂടി അറിയണം. വെറുതെ അല്ലേ പോയി മരിച്ചിട്ടുണ്ടാന്ന് തിരുവായി മൊഴിഞ്ഞു. ഗുരുപരമ്പരകളെ തെറ്റിക്കാനാവണില്ല. ദേവീ ദർശനം തള്ളി ഈ നാടിന് ആപത്തും വരുത്തി വയ്ക്കാനാവില്ല. അതിനാൽ ചാവേറ് പോവുക തന്നെയെന്ന് തറവാടുകൾ കൂട്ടം കൂടി തീരുമാനമായിന്ന് തിരുവുള്ള ഉണർത്തിച്ചോളൂ ഉണ്ണിക്കോര.